ഹലോ അമൃത, ഗുഡ് ആഫ്റ്റർനൂൺ. ഈവനിങ് ആയെന്ന് തോന്നുന്നല്ലേ അവിടെ? ഓക്കെ, ഞാൻ എൻ്റെ വോയിസ് റെക്കോർഡ് ചെയ്യുന്നുണ്ട്, പറഞ്ഞ പോലെ പെർമിഷൻ എടുക്കാൻ വന്നൂടെ. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ ക്ലാസ് ഇന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിനു മുമ്പ് എനിക്കൊരു കുറച്ച് കാര്യങ്ങളൊന്ന് ഡീറ്റെയിൽ ആയിട്ട് കിട്ടിയേക്കുള്ളൂ. എന്ന് വെച്ചാൽ റെക്കോർഡിങ്ങിൻ്റെ ഭാഗമായിട്ടെ, എന്ന് വെച്ചാൽ ഫ്യൂച്ചർ പ്രൂഫിന് വേണ്ടിയിട്ട്. ഇപ്പം അമൃജിത്ത് ഇന്ന് ക്ലാസ് തുടങ്ങുകയാണെങ്കിൽ നമുക്കിപ്പോൾ അമൃതത്തിൻ്റെ ബേസിസ് വെച്ച് നോക്കുകയാണെങ്കിൽ അമൃതത്ത് കുറച്ച് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിരുന്നു. അതിനുശേഷം കുറച്ച് ടൂൾസ് പഠിപ്പിച്ചു അല്ലേ? ആൻസിബിളിനകത്ത് പഠിച്ചു, ആൻസിബിൾ അതുപോലെ യാമൽ പഠിച്ചു, ഡോക്കർ പഠിച്ചു. എന്നാൽ അത് ഡിപ്ലോയ് ചെയ്തിട്ടില്ല. അപ്പാഷയുടെ വെബ് സർവീസസ് ഉപയോഗിച്ചിട്ടുണ്ട്, ശരിയല്ലേ? വെബ്സൈറ്റ് ഹോസ്റ്റ് ചെയ്തിട്ടില്ല. വെബ്സൈറ്റ് ഹോസ്റ്റ് ചെയ്തിട്ടുണ്ട്, ടെസ്റ്റ് പക്ഷെ പ്രൊജക്റ്റ് ആയിട്ട് നമുക്ക് ജസ്റ്റ് ടെസ്റ്റ് ലോക്കലിൽ റൺ ചെയ്യാൻ വേണ്ടിയിട്ട്. അന്നേരം ഞാൻ ചെയ്ത കുറച്ച് പ്രൊജക്ടിന്റെ PDF ഇപ്പൊ എന്റെ കയ്യിലുണ്ട്. അത് ഞാൻ ഫോർവേഡ് ചെയ്യാം. അതൊന്നും ചേച്ചാൽ മതി. പിന്നെ അതുകൂടാതെ വേറെ ലിനക്സിന് വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ട് പോയത്. അതിന്റെ കൂട്ടത്തിൽ പഠിച്ച ആഡ് ഓൺ സർവീസസ് ആണ് അതൊക്കെ അല്ലേ? ലിനക്സിൽ ഡീപ്പായിട്ട് വോളിയം മാനേജ്മെന്റ് പഠിച്ചായിരുന്നു. ലിനക്സിലെ കമാൻഡ്സിനെ നമുക്ക് രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യാം. അത് എഞ്ചിനീയറിംഗ് കമാൻഡ്സ് ഉണ്ട്, അഡ്മിനിസ്ട്രേഷൻ കമാൻഡ്സ് ഉണ്ട്. അതിൽ അഡ്മിനിസ്ട്രേഷൻ കമാൻഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ മോണിറ്ററിംഗ് ആയിട്ട് ബന്ധപ്പെട്ട ടോപ്പ് PS അങ്ങനെ കുറച്ച് പോകുന്ന കമാൻഡ്സ് ഉണ്ട്. അതുപോലെ തന്നെ വോളിയം മാനേജ്മെന്റ് ഒക്കെ അഡ്മിനിസ്ട്രേഷൻ വരുന്നതാണ്. അപ്പോൾ അത് നമുക്കൊന്നുകൂടെ റിവൈസ് ചെയ്യണോ വേണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് എനിക്ക്. നമ്മൾ ലിനക്സ് തന്നെ ഉപയോഗിക്കുന്നത്. എന്താ വെച്ചാൽ ലിനക്സിൽ എന്തുകൊണ്ട് നമ്മൾ തുടങ്ങുന്നു എന്ന് ചോദിച്ചാൽ, ലിനക്സ് പഠിച്ചാൽ എന്തുകൊണ്ട് വിൻഡോസ് എടുക്കുന്നില്ല, എന്തുകൊണ്ട് ലിനക്സിലേക്ക് പോകുന്നു? ആൻസർ എൻ്റെ ഭാഗത്ത് ഒരു സിമ്പിൾ ആൻസർ ഉള്ളൂ. നമുക്ക് റീയൂസബിലിറ്റിയാണ്. ഇനി അത് ഉപയോഗിക്കാൻ പറ്റണം. എന്ന് വെച്ചാൽ വിൻഡോസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് പോകുന്നതിന് ലിമിറ്റേഷൻസ് ഉണ്ട് കുറേ കാര്യങ്ങളിൽ. ഒന്ന്, നമുക്ക് ഡോക്കർ കണ്ടെയ്നറൈസേഷനിലേക്ക് പോകുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. കാരണം ഡോക്കർ ലിനക്സിൻ്റെ ഫീച്ചറാണ്. എന്ന് വെച്ചാൽ ഡോക്കറിൻ്റെ ബാക്ക് എൻഡ് വർക്ക് ചെയ്യുന്നത് നെയിം സ്പേസ് അതുപോലെ C ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞാൽ 2 ലിനക്സിൻ്റെ ഫീച്ചർ വെച്ചിട്ടാണ്. അതുകൊണ്ട് വിൻഡോസിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തതല്ല ഡോക്കർ എന്നല്ല, കണ്ടെയ്നർ D. ഓക്കെ, അപ്പം ലിനക്സ് പഠിച്ചാലുള്ള ഗുണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഡോക്കറിലേക്ക് സ്വിച്ച് ചെയ്യാം. CI/CD പൈപ്പ് ലൈൻ നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും ഡോക്കർ പഠിച്ചാൽ. അതേപോലെ ക്യൂബർനെറ്റീസിലേക്ക് മാറാൻ പറ്റും. അതേപോലെ നിങ്ങൾക്ക് പ്ലാറ്റ്ഫോം ആസ് എ സർവീസ്, സോഫ്റ്റ്വെയർ ആസ് എ സർവീസ്, ഇങ്ങനെ കുറേ ഭാഗങ്ങളിലേക്ക് നിങ്ങൾക്ക് വൈഡ് എന്ന് വെച്ചാൽ ഒരു ടൂൾ പഠിച്ചാൽ ഒരുപാട് കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് റീയൂസ് ചെയ്യാൻ പറ്റും. രണ്ടാമത് പഠിക്കേണ്ടി വരത്തില്ല. ഓക്കെ, നമുക്ക് AWS വെച്ച് തുടങ്ങാം. AWSൽ നമുക്കൊരു വെബ് സർവീസ് സെറ്റ് ചെയ്തുകൊണ്ട് എൻജിനെക്സ് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ എൻ്റെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ 2 ഫേസാണ്. ഫസ്റ്റ് ഫേസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ മാനുവൽ അപ്രോച്ചാണ്. ഇൻ ദ സെൻസ് നമ്മൾ മാനുവലി ഒരു കാര്യം ചെയ്യുന്നു. രണ്ടാമത് ആ മാനുവലി ചെയ്തതിനകത്ത് എന്തെങ്കിലും തരത്തിൽ ഓട്ടോമേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഓട്ടോമേറ്റ് ചെയ്യുന്നു. മൂന്നാമത്തെ ഫേസിൽ നമ്മളതിനെ ഓപ്പറേറ്റ് ചെയ്യുന്നു. ഓക്കെ, അത് ഇന്നത്തെ സെഷൻ എനിക്ക് 2 മണിക്കൂറിൽ നമുക്ക് തീർക്കാൻ പറ്റുന്നത് തന്നെ. ആ സെഷൻ കഴിയുമ്പോൾ എനിക്കൊരു ഫീഡ്ബാക്ക് തരാൻ പറ്റുമെങ്കിൽ, വോയിസ് അയക്കാൻ പറ്റുമെങ്കിൽ വളരെ നല്ലത്. അതുപോലെ PDF തരുവാണെങ്കിൽ അതിനനുസരിച്ച് എന്തൊക്കെ പഠിച്ചു അതിനനുസരിച്ച് റെഫർ ചെയ്തിട്ട് ഞാൻ അടുത്ത മോഡ്യൂൾസ് ഞാൻ സെറ്റ് ചെയ്യാം. ഓക്കെ, ഓൾറൈറ്റ്. ഓക്കെ, ഞാനത് 5 മിനിറ്റിൽ കോൾ ചെയ്യാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്. സോ ഇന്ന് എൻ്റെ ഡെവോപ്സിൻ്റെ ഫസ്റ്റ് സെഷനാണ്. എൻ്റെ ഫസ്റ്റ് സ്റ്റുഡൻ്റാണ്. അത് എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് വഴി കണക്ട് ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഫസ്റ്റ് വേർഷൻ ഒരിക്കലും ബെസ്റ്റ് വേർഷൻ അല്ലാത്തതിൻ്റെ കാരണം നമ്മൾ മൊഡ്യൂൾ സെറ്റ് ചെയ്യുന്നത് ആരെയാണ് നമ്മൾ പഠിപ്പിക്കുന്നത് പോലെ ഇരിക്കും. അപ്പം ഓൾവേസ് ഇൻട്രസ്റ്റ് മാറ്റേഴ്സ്. നമ്മളെപ്പോഴും പറയുന്ന പോലെ ആദ്യം തന്നെ നമ്മൾ പഠിക്കാൻ തുടങ്ങാനൊക്കെ എളുപ്പമായിരിക്കും. പക്ഷെ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ ആ പറഞ്ഞ ഫാൻറ്റസിക്ക് അങ്ങ് മാറും. പിന്നീട് ഒരു 3-4th ഡേ ഒക്കെ മുതൽ നിങ്ങൾ അങ്ങോട്ട് തുടങ്ങുന്ന കോറിലേക്കായിരിക്കും. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ഡേ തന്നെ ഞാൻ തുടങ്ങുന്നത് ആപ്ലിക്കേഷനിലാണ്. നിങ്ങൾ പഠിക്കുന്ന സമയത്താണ് ടൂൾ പിക്ക് ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ ടൂളെല്ലാം പഠിപ്പിച്ചിട്ട് ലാസ്റ്റ് ഒരു പ്രോജക്റ്റ് ചെയ്യലല്ല. ആ ഒരു അപ്രോച്ച് ചെയ്യേണ്ട അതിനകത്തില്ല. ഞാൻ ചെയ്യുന്നത് വെച്ചാൽ ഞാൻ ചെയ്യുന്നത് വെച്ചാൽ വെബ് സർവീസ് സെറ്റ് ചെയ്യണം. അതിനകത്ത് എൻ്റെ ഒരു വെബ്സൈറ്റ് ഹോസ്റ്റ് ചെയ്യണം. ആ ഹോസ്റ്റ് ചെയ്യുന്ന ചിലപ്പം സ്റ്റാറ്റിക് ആവും, അല്ലെങ്കിൽ ഡൈനാമിക് ആവുന്ന സമയത്ത് പൈത്തൺ ഉപയോഗിക്കേണ്ടി വരും, ഫ്ലാസ്ക് ഉപയോഗിക്കേണ്ടി വരും. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഡേറ്റാബേസ് ഇൻറ്റഗ്രേഷൻ നടത്തേണ്ടി വരും. ഇപ്പം ഞാൻ SQL ഉപയോഗിക്കുന്നുണ്ട്. അതിനുശേഷം ഓട്ടോമേഷനിലേക്ക് വരുവാണെങ്കിൽ ഞാൻ ഉപയോഗിക്കുന്ന ആൻസിബിൾ CI/CD പൈപ്പ്ലൈൻ്റെ കോൺഫിഗറേഷനായിട്ട് ആൻസിബിൾ ഉപയോഗിക്കുന്നു. CI/CD പൈപ്പ്ലൈൻ്റെ GitHub ആക്ഷൻ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ഇതെല്ലാം നമ്മൾ പിക്ക് ചെയ്യുന്നത് ആവശ്യത്തിനനുസരിച്ചാണ്. എനിക്ക് ആവശ്യമില്ലെങ്കിൽ ഞാൻ എടുക്കാറില്ല.
അങ്ങനെയുള്ള ഒരു ടീച്ചിങ് മെത്തേഡാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ചിലപ്പം ഇനി ഇൻ കേസ് കോഴ്സിൻ്റെ ഇടയിൽ നമുക്ക് കുറച്ചുകൂടെ എന്താ പറയുക പ്രൊഡക്റ്റീവോ അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും തരത്തിലൊരു ഫീച്ചർ വേണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് എടുക്കാം. എന്ന് വെച്ചാൽ ഫോർ എക്സാമ്പിൾ മോണിറ്ററിങ് നമുക്ക് ഉടനെ തന്നെ ചെയ്യണം, അതായത് സിസ്റ്റത്തിൻ്റെ മെട്രിക്സ് നോക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉടനെ തന്നെ ഇതേപോലെ സ്ക്രേപ്പിംഗ് ആപ്ലിക്കേഷൻസും വിഷ്വലൈസേഷൻ ടൂൾസും ഉപയോഗിക്കേണ്ടി വരും. ഓക്കെ, സോ ഞാൻ ഈ വീഡിയോയുടെ അവസാനം ഞാൻ അമൃതത്തിൻ്റെ ഞാൻ ഒരു ഫീഡ്ബാക്ക് കൂടി ഇടാം. എന്താണ് ആൾക്ക് തോന്നുന്നത്, എങ്ങനെയാണ് അപ്രോച്ച് യൂസ്ഫുൾ ആകുമോ ഇല്ലോ എന്നുള്ളത് നോക്കാം. അതിനുശേഷം ഞാൻ അടുത്ത മൊഡ്യൂൾസിൻ്റെ കോഴ്സ് സ്ട്രക്ചർ ഞാൻ ഇടാം കേട്ടോ. ഓക്കെ, സി യു ദെയർ ആൻഡ് സി യു ഇൻ ദ നെക്സ്റ്റ് എപ്പിസോഡ്.